എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള റെസിപ്പികളാണ് പ്രോൺ റെസിപ്പീസ്. പ്രോൺ കൊണ്ട് വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് ഇന്ന് നിങ്ങൾക്കായിട്ട് തയ്യാറാക്കി കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കെല്ലാം മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാനും അപ്പോൾ വരുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ഞാൻ വീഡിയോയുടെ ഒടുവിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തന്നേക്കാം. അപ്പോൾ നമുക്ക് ഈ സിമ്പിൾ പ്രോൺ മസാല എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. പ്രോൺ ഇങ്ങനെ അപ്പർ സൈഡിലും അതുപോലെ തന്നെ ഇതിൻ്റെ ലോവർ സൈഡിലും വെയിനുണ്ട്. അത് രണ്ടും എടുത്ത് ക്ലീനാക്കി വെക്കണം. പിന്നെ ഇതിൻ്റെ വാല് ഞാനൊരു ഭംഗിക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. തന്നെയല്ല, ഈ വാലിട്ട് കറി വെക്കുമ്പോൾ ഒരു എക്സ്ട്രാ ടേസ്റ്റും ഉണ്ടാവും ആ ഷെല്ലിൻ്റെ. അപ്പോൾ നിങ്ങൾക്കത് ഓപ്ഷനിലാണ്. വാല് വേണ്ടെങ്കിൽ വാല് ഉരുക്കളയുക. തീ കത്തിച്ചതിന് ശേഷം നമുക്ക് ചുവട് കട്ടിയുള്ളൊരു പാത്രം വയ്ക്കാം. പാത്രം ചൂടാകുന്നതിന് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാകുന്നതിന് ചെറുതായിട്ട് അരിഞ്ഞ സവാള ഇടാം. സ്പ്ലിറ്റ് ചെയ്ത് 2 പച്ചമുളക് ഇടാം. ഒന്ന് റോസ്റ്റ് ചെയ്യണം. ക്രിസ്മസിനൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു റെസിപ്പിയും കൂടിയാണിത്. വളരെ ഈസി ആയിട്ടും പെട്ടെന്നും അങ്ങ് ചെയ്യാം. ഉള്ളി ഇങ്ങനെ ചെറുതായിട്ട് റോസ്റ്റായി വരുമ്പോൾ അറ്റമൊക്കെ എഡ്ജസൊക്കെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആയിട്ട് ചെറുതായിട്ട് മാറി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത തക്കാളി ചേർക്കാം. ഇതും നന്നായിട്ട് വഴലണം. അപ്പോൾ ആ സമയത്തേക്ക് നമുക്കിതിനൊരു മസാലയൊന്ന് ഗ്രൈൻഡ് ചെയ്യാനുണ്ട്. അതുകൂടെ അങ്ങ് ചെയ്യാം. മസാല അരയ്ക്കാനായിട്ട് നമുക്ക് ഒരു സവാള, എരി അനുസരിച്ച് നമുക്ക് പച്ചമുളക് ഇടാം. നമ്മൾ ഓൾറെഡി 2 പച്ചമുളക് അതിൽ ഇട്ടിട്ടുണ്ട്. സ്പൈസ് എപ്പോഴും നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്യുക. അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി അതൊന്ന് സ്പ്ലിറ്റ് ചെയ്തിടുക. അരയാൻ എളുപ്പമുണ്ടാവും. ഇതിലേക്ക് ജീരകം, കുരുമുളക്, ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് നന്നായിട്ട് സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കാം. അരപ്പ് നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഈ തക്കാളി ഇങ്ങനെ നന്നായിട്ട് ഒന്ന് വരണ്ട് റോസ്റ്റൊക്കെ ആയി വരുന്നുണ്ട്. ഒരല്പം ഉപ്പും കൂടി ഇടാം. അപ്പോൾ ഇത് ഒരുവിധം നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്കതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാല ഇട്ട് കൊടുക്കാം. ഇതാണിതിൻ്റെ മെയിൻ മസാല. ഇത് നന്നായിട്ട് വഴലണം. വഴന്ന് വരുന്നുണ്ട്. ഇതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾ പൊടി എല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഞാനിപ്പോൾ 1 കിലോയാണ് ആ പ്രോൺ ഉള്ളത്. അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസാണ് തരുന്നത്. ഇത് നല്ലപോലെ വഴന്ന് കഴിയുമ്പം നമ്മൾ ആ അരപ്പരച്ച ഗ്രൈൻഡർ ഒന്ന് റിൻസ് ചെയ്ത് ആ വെള്ളം കൂടി ഒഴിക്കാം. നമ്മുടെ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് ഇപ്പോൾ ഒന്ന് നോക്കണം. അതിന് ശേഷം നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പ്രോൺ ഇടാം. 2-3 കറിവേപ്പിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ ഇനി ഇതൊന്ന് ചെറിയ തീയിൽ വെച്ച് വേവിച്ചാൽ മതി. ആവശ്യമുണ്ടെങ്കിൽ അല്പം വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. കുറച്ച് വെള്ളം ഇനിയും പ്രോണിന് അത് നിറങ്ങുകയും ചെയ്യും. ഇനി ഇത് നമ്മൾ ആവി പോകാത്ത ഒരടപ്പ് കൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിക്കണം. അതിനകത്തെ പ്രോണിനകത്ത് വെള്ളമെല്ലാം ഒന്ന് വെളിയിലിറങ്ങട്ടെ. ഇത് ഇടയ്ക്ക് തുറന്ന് നോക്കിയിട്ട് അത് ഇളക്കി കൊടുക്കണം. പ്രോണിനകത്ത് വെള്ളമെല്ലാം പുറത്തിറങ്ങുന്നുണ്ട്. ഇനി നമുക്കൊരു അല്പം തീയും കൂടെ ഒന്ന് കൂട്ടി വയ്ക്കാം. കാര്യം ഈ ചാറ് വെള്ളം പറ്റുകയും ചെയ്യണമല്ലോ. അതിനകത്ത് എണ്ണയുള്ളതൊന്ന് തെളിയുകയും ചെയ്യും. തിളച്ച് വരുന്നുടനെ കുറച്ച് മല്ലിയില തണ്ടോടുകൂടെ തന്നെ നമുക്ക് ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കണം. അതിൻ്റെ ഫ്ലേവറും ഒക്കെ വരട്ടെ. അപ്പോൾ ചാറ് പറ്റി വരുന്നുണ്ട്. തീച്ചിര കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പറ്റും. പക്ഷെ നമ്മളതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് നിൽക്കണം. ഇപ്പോൾ ഇതിൻ്റെ ഗ്രേവിയും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് എനിക്ക്. അപ്പോൾ ഇത്രയും തിക്കായിട്ട് മതി. ഞാനത് സ്വിച്ച് ഓഫ് ചെയ്യാം. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചെയ്ത് നോക്കണം. ഇതിനകത്തേക്ക് നമുക്ക് ഒരു പൊടി ഗരം മസാലയും കൂടെ ഇടണം. ഇത് പ്രോൺ പെരട്ട് എന്ന് വേണമെങ്കിലും പറയാം. കാര്യം നമ്മളതൊന്ന് പെരട്ടി എടുക്കുന്നതാണ്. ഇത് നല്ല ജീര റൈസിൻ്റെ കൂടെ, ടൊമാറ്റോ റൈസിൻ്റെ കൂടെ, അല്ലെങ്കിൽ വെറുതെ ഗീ റൈസിൻ്റെ കൂടെ ഒക്കെ നല്ലൊരു ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പം ക്രിസ്മസിന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വാല്യുബിളായിട്ടുള്ള ഫീഡ്ബാക്ക് കമൻസ് ബോക്സിൽ പോസ്റ്റ് ചെയ്യണം. ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് and you stay safe.